10 വർഷം കൂടുമ്പോൾ എല്ലാവരും ആധാർ കാർഡ് പുതുക്കണം എന്ന ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ നാം എല്ലാവരും അറിഞ്ഞു കാണും. മാർച്ച് 14 അതിന്റെ അവസാന തീയതി. ശരിക്കും എന്താണ് ഈ 10 വർഷത്തെ പുതുക്കൽ? ആരാണ് ഇത് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നിശ്ചിത സമയത്തിനുള്ളിൽ ആധാർ കാർഡ് പുതുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കാണും. അതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. എന്തിനാണ് 10 വർഷത്തെ ആധാർ പുതുക്കൽ? നമ്മുടെ ആധാറിലുള്ള ഡേറ്റ എല്ലാം അപ്ഡേറ്റഡ് ആക്കാനും ആധാർ സർവീസസ് കൂടുതൽ മികച്ചതും ആധാർ ഉപയോഗിച്ചുള്ള ഫ്രോഡുകൾ ഇല്ലാതാക്കാനുമാണ് ഈ 10 വർഷത്തെ പുതുക്കൽ. ആരാണ് 10 വർഷത്തെ ആധാർ പുതുക്കൽ നടത്തേണ്ടത്? ഇന്ത്യയിലുള്ള എല്ലാവരും ഈ 10 വർഷത്തെ പുതുക്കൽ നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആധാർ എടുത്ത് അവസാന 10 വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ ആധാർ കാർഡിൽ യാതൊരുവിധ പുതുക്കലും അല്ലെങ്കിൽ തിരുത്തലും നടത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഈ 10 വർഷത്തെ പുതുക്കൽ നിങ്ങൾ നടത്തിയാൽ മതിയാകും. അവസാന 10 വർഷത്തിനിടയ്ക്ക് യാതൊരുവിധ അപ്ഡേഷനും നിങ്ങൾ ആധാറിൽ നടത്തിയിട്ടില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ആധാർ പുതുക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ആധാർ പുതുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെയധികം ആൾക്കാർക്കുള്ള ഒരു സംശയമാണിത്. നിലവിൽ മാർച്ച് 14 വരെയാണ് ആധാർ പുതുക്കാനുള്ള തീയതി. അതിനു മുൻപ് ഡിസംബർ 14 ആയിരുന്നു. ഇനി ഇത് ഗവൺമെന്റ് നീട്ടി നൽകുമോ എന്ന് അറിയില്ല. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഫൈൻ ഇല്ലാതെ ആധാർ പുതുക്കുന്നതിനുള്ള അവസാന തീയതിയാണ്. ഈ ഡേറ്റ് കഴിഞ്ഞാലും ആധാർ പുതുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ചെറിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രം. നിലവിൽ 50 രൂപയാണ് ഇതിനുള്ള പിഴയായി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. എങ്ങനെ നമുക്ക് ആധാർ കാർഡ് പുതുക്കാം? അങ്ങനെ പുതുക്കാനായി എന്തൊക്കെ രേഖകൾ ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. മൈ ആധാർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് നമുക്ക് തന്നെ ആധാർ പുതുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആധാർ അംഗീകൃത കേന്ദ്രങ്ങളിൽ പോയി നമുക്ക് ആധാർ പുതുക്കാം. ആധാർ പുതുക്കുന്നതിനായി നമുക്കൊരു ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും ആവശ്യമാണ്. നിങ്ങൾ സമർപ്പിക്കുന്ന ID പ്രൂഫിലും അഡ്രസ് പ്രൂഫിലും നിങ്ങളുടെ ആധാറിലെ അതേ അഡ്രസ്സും പേരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആധാർ അപ്ഡേഷൻ അംഗീകരിക്കുകയുള്ളൂ. നിങ്ങളുടെ ആധാറിലെ പണ്ടത്തെ അഡ്രസ്സിൽ നിന്ന് നിങ്ങൾ താമസം മാറിയെങ്കിൽ പുതിയ അഡ്രസ് പ്രൂഫ് സമർപ്പിച്ച് ആധാറിലെ അഡ്രസ് പുതുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആധാർ പുതുക്കലാകും. എന്തൊക്കെ രേഖകൾ ID പ്രൂഫായും അഡ്രസ് പ്രൂഫായും സമർപ്പിക്കാം? ഇന്ത്യൻ പാസ്പോർട്ട്, പുതിയ വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, ഡിസബിലിറ്റി കാർഡ്, ഗവൺമെന്റ് ID കാർഡ്, കിസാൻ ഫോട്ടോ പാസ്ബുക്ക് മുതലായ രേഖകൾ നമുക്ക് അഡ്രസ് പ്രൂഫായും ID പ്രൂഫായും ഉപയോഗിക്കാം. നിങ്ങളുടെ ആധാറിലെ അതേ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം നിങ്ങൾ സമർപ്പിക്കുന്ന രേഖയിലും. ഉദാഹരണത്തിന്, നിങ്ങൾ പുതിയ വോട്ടർ ID കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആധാറിലെ അതേ പേരും അഡ്രസ്സുമാണ് വോട്ടർ ID കാർഡിലെങ്കിൽ ID പ്രൂഫായും അഡ്രസ് പ്രൂഫായും നിങ്ങൾക്ക് ആ ഒരു രേഖ മതി. ID പ്രൂഫായി സമർപ്പിക്കാവുന്ന മറ്റു രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് എന്നിവയാണ്. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോയുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആരുടെ പേരിലാണോ റേഷൻ കാർഡ് ഉള്ളത് അയാൾക്ക് മാത്രമേ റേഷൻ കാർഡ് ID പ്രൂഫായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കുടുംബത്തിലെ ബാക്കിയുള്ള അംഗങ്ങൾക്ക് റേഷൻ കാർഡ് അഡ്രസ് പ്രൂഫായി ഉപയോഗിക്കാം. ആധാറിലെ പേരും റേഷൻ കാർഡിലെ പേരും ഒരുപോലെ ആയിരിക്കണം എന്ന് മാത്രം. ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഫോട്ടോയും സീലുമുള്ള പാസ്ബുക്ക്, കഴിഞ്ഞ 3 മാസത്തിനുള്ളിലെ ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ അല്ലെങ്കിൽ ടെലഫോൺ ബിൽ, ഗ്യാസ് കണക്ഷൻ ബിൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അഡ്രസ് പ്രൂഫായി നമുക്ക് സമർപ്പിക്കാം. ആധാർ പുതുക്കുന്നതിനായി ഇങ്ങനെ സമർപ്പിക്കാവുന്ന രേഖകളുടെ കംപ്ലീറ്റ് ലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകളിലെ അഡ്രസ്സും പേരും ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങളുടെ അഡ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും രേഖ സമർപ്പിച്ച് അഡ്രസ് തിരുത്തുകയാണ് വേണ്ടത്. ആധാറിലെ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും രേഖ സമർപ്പിച്ച് പേരും തിരുത്തിയെടുക്കുക. ആധാറിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ആധാർ പുതുക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം.
നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൈ ആധാർ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. നിങ്ങൾക്ക് ആധാറിനെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും അത് തീർക്കാൻ ഗവൺമെന്റ് ഒരു ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട്, 1947. ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തന്നെ കസ്റ്റമർ എക്സിക്യൂട്ടീവുമായി സംസാരിക്കാൻ സാധിക്കും. ആധാറിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ഈ ആധാർ അപ്ഡേഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.